നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അടുത്തിടെ യാത്രക്കാർക്കായി പ്രത്യേക നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു. രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ കരുതാവുന്ന തുക സംബന്ധിച്ചായിരുന്നു ആദ്യ നിബന്ധന. ഇപ്പോഴിതാ സൗദിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് കൊണ്ടുവരാവുന്ന അളവ് സംബന്ധിച്ചുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കൊണ്ടുവരാവുന്നത് കുറഞ്ഞ അളവിലുള്ള സാധനങ്ങൾ മാത്രമാണെന്ന് സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. പരിധിയിൽ കൂടുതലുണ്ടെന്ന് കണ്ടാൽ നികുതി ചുമത്തും. അതുപോലെ വ്യാപാര ആവശ്യത്തിനുള്ള സാധനങ്ങളാണെങ്കിൽ പരിമിത അളവിൽ കൂടുതൽ കൊണ്ടുവരാൻ അനുവാദമില്ല. ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പിഴ ചുമത്തും. വ്യക്തിഗത വസ്തുക്കൾ കൊണ്ടുവരാവുന്ന യാത്രക്കാരൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന പക്ഷം സാധനങ്ങളുടെ ഒറിജിനൽ രസീത്, അവയുടെ അറബി മൊഴിമാറ്റം നടത്തിയത്, പാസ്പോർട്ട്, താമസരേഖയായ ഇഖാമ, തിരിച്ചറിയൽ രേഖ എന്നിവയും നിർബന്ധമായും ഹാജരാക്കണം. വ്യക്തിക്ക് ഇറക്കുമതി ചെയ്യാവുന്ന സാധനങ്ങളുടെ തോത് നിശ്ചയിക്കാൻ അതത് വിമാനത്താവളങ്ങളിലെയും തുറമുഖങ്ങളിലെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടായിരിക്കുമെന്നും ഇത് സംബന്ധിച്ച സംശയത്തിന് മറുപടിയായി അധികൃതർ വ്യക്തമാക്കിയത്. എന്നാൽ രാജ്യത്ത് വിലക്കപ്പെട്ടതോ നിരോധിക്കപ്പെട്ടതോ അന്തർദേശീയ ഉടമ്പടികൾക്കും പ്രാദേശിക നിയന്ത്രണങ്ങൾക്കും വിധേയമായതോ ആയ വസ്തുക്കളൊന്നും തന്നെ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കില്ല. കൂടാതെ വ്യാജ ഉൽപ്പന്നങ്ങൾ, വഞ്ചനാത്മകമായ വസ്തുക്കൾ, ഭൗതിക സ്വത്തവകാശ ലംഘന സ്വഭാവമുള്ള സാമഗ്രികൾ എന്നിവയും നിരോധിക്കപ്പെട്ടവയിൽപ്പെടും. വാണിജ്യ ആവശ്യത്തിന് ഇറക്കുമതി ചെയ്യുന്നവർ സാധാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോടൊപ്പം യഥാർത്ഥ ബില്ലുകൾ, സാധനങ്ങളുടെ നിർമ്മിതി ബോധ്യപ്പെടുത്തുന്ന ബന്ധപ്പെട്ട രാജ്യത്തിന്റെ സാക്ഷ്യപത്രം, ഇതിന്റെ കയറ്റുമതി സംബന്ധിച്ച രേഖകൾ എന്നിവയും ഹാജരാക്കണം. ഇറക്കുമതി ചെയ്യാവുന്ന സാധനങ്ങൾക്ക് ചുമത്തുന്ന കസ്റ്റംസ് ഫീസും നടപടിക്രമങ്ങളും അടങ്ങിയ വിശദാംശങ്ങൾ സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതേസമയം സൗദി അറേബ്യയിലേക്കും പുറത്തേക്കും യാത്ര ചെയ്യുന്നവർ കൈവശം വെക്കുന്ന തുകയോ വിപണി മൂല്യമുള്ള വസ്തുക്കളോ 60,000 റിയാലോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഇനി മുതൽ അത് സംബന്ധിച്ച സത്യവാങ്മൂലം പ്രവാസികൾ അധികൃതർക്ക് നൽകേണ്ടി വരുമെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. വിമാനത്താവളം, തുറമുഖം എന്നിവ വഴി വന്നു പോകുന്നവർക്കും റോഡ് വഴി അതിർത്തി കടന്ന് യാത്ര ചെയ്യുന്നവർക്കും മാത്രമല്ല രാജ്യത്തിന് പുറത്തേക്ക് സാധന സാമഗ്രികൾ അയക്കാൻ പോസ്റ്റൽ, കൊറിയർ മാർഗങ്ങൾ അവലംബിക്കുന്നവർക്കും പുതിയ നിബന്ധന ബാധകമാണെന്ന് അറിയിച്ചു. വിമാനത്താവളം, തുറമുഖം, അതിർത്തി പരിശോധനാ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കുള്ള കസ്റ്റംസ് വിഭാഗത്തിലെ സക്കാത്ത് ആൻഡ് ടാക്സ് അധികൃതർക്കാണ് യാത്രികർ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത്. പോസ്റ്റൽ, കൊറിയർ സർവീസുകളെ ആശ്രയിക്കുന്നവർ അതത് പ്രദേശത്തെ ഓഫീസുകളിലെത്തി ഇത് നൽകണം. സൗദി റിയാൽ, വിദേശ കറൻസികൾ എന്നിവ കൂടാതെ സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണക്കട്ടികൾ, ആഭരണങ്ങൾ, വൈരക്കല്ലുകൾ പോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, വിപണി മൂല്യമുള്ള ഉപകരണങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇപ്പറഞ്ഞ മൂല്യപരിധിയിൽ ഉൾപ്പെടുന്നതാണ്. സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന പക്ഷം വിലപിടിപ്പുള്ള വസ്തുക്കളും ഉപകരണങ്ങളും രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും കൊണ്ടുപോകുന്നതിന്റെ ആവശ്യകത യാത്രികർ വെളിപ്പെടുത്തണം. സംശയം തോന്നുന്ന വസ്തുക്കളും കറൻസിയും 72 മണിക്കൂർ നേരം കസ്റ്റഡിയിൽ വെച്ച് അന്വേഷണം നടത്താനും നിയമലംഘനം ബോധ്യപ്പെട്ടാൽ ഇവ കണ്ടുകെട്ടി കേസ് രജിസ്റ്റർ ചെയ്യാനും ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടായിരിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.